നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പല പ്രവചനങ്ങളും നമുക്ക് മുന്നിൽ ശാസ്ത്രലോകം നൽകാറുണ്ട്. ലോകാവസാനം എന്ന രീതിയിലും പല വിപത്തുകളും നമ്മെ തേടി എത്തുന്നു എന്ന തരത്തിലുമൊക്കെ തന്നെ പ്രവചനങ്ങൾ വരാറുണ്ട്, പഠനങ്ങൾ വരാറുണ്ട്. അത്തരത്തിൽ ബാബ വാങ്കയും നോസ്ട്രഡാമസുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭൂമിയിലുണ്ടാകുന്ന ഒരു മാറ്റത്തെ ചുറ്റിപ്പറ്റിയാണ് മനുഷ്യനടക്കം മറ്റ് ജീവജാലങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിലുള്ളൊരു വസ്തുത നമുക്കിടയിൽ സംഭവിക്കുന്നുവെന്ന ഒരു സൂചന കൂടിയാണ് ശാസ്ത്രലോകം നൽകുന്നത്. മനുഷ്യനാകട്ടെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് പരിണാമം സംഭവിച്ച ഒരു ജീവി കൂടിയാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്നതും മനുഷ്യൻ്റെ ഈ കഴിവ് തന്നെയാണ്, പരിണമിക്കാനുള്ള, അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു കഴിവ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നേട്ടങ്ങളും അതിനാധാരം തന്നെയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു വിപത്ത് നമുക്ക് തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. കാലാവസ്ഥയെ തന്നെ അതിജീവിക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള കൃഷിയും അതിജീവനവുമൊക്കെ നാം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാലാവസ്ഥ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ജീവജാലങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ തന്നെ പരസ്പരം ഇടപഴകി പോകുന്നത്. എന്നാൽ കാലാവസ്ഥയിൽ ഒരു വലിയ മാറ്റം വരാനിരിക്കുന്നു. അതൊരിക്കലും മനുഷ്യകുലത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഇപ്പോൾ തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ജീവജാലങ്ങളെയും തുടച്ചു നീക്കാൻ കെൽപ്പുള്ള രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് മുകളിൽ ആഞ്ഞടിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഈയടുത്തായി പ്രളയവും അതുപോലെ തന്നെ പേമാരിയും അതികഠിനമായ വെയിലും ചൂടുമൊക്കെ തന്നെ മനുഷ്യൻ സഹിക്കുന്നുണ്ട്. ഈ വാർത്ത വായിക്കുന്ന സമയത്ത് പോലും ജപ്പാനിൽ വലിയ തോതിലുള്ള ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യകുലത്തെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തലാണ് ബ്രിട്ടനിലെ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയത്. ഡോക്ടർ അലക്സാണ്ടർ ഫാൻസ്വിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു പറ്റം ഗവേഷകരാണ് നേച്ചർ ജിയോ സയൻസ് എന്ന പ്രസിദ്ധീകരണത്തിലൂടെ മനുഷ്യനടക്കം ഒരുവിധം എല്ലാ ജീവജാലങ്ങളും ഒരു ഘട്ടം കഴിയുമ്പോൾ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുമെന്ന സൂചന നൽകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് ബിഗ് ബാങ് തിയറിയെക്കുറിച്ചൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ദിനോസറുകൾ ഉണ്ടായിരുന്നു, ഒരു വലിയ ഉൽക്കപതിച്ച് ആ ദിനോസറുകളൊക്കെ തന്നെ ഇല്ലാതായി, അതിനുശേഷം മനുഷ്യകുലം ഉണ്ടായി എന്നൊക്കെ തന്നെ പലരും ശാസ്ത്ര ലോകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും സംഭവിക്കാം. ഒരുപക്ഷെ നാം ചരിത്രമായി മാറിയേക്കുമെന്നാണ് സൂചന. അത്യപൂർവമായൊരു സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ഉണ്ടായ ശേഷം ആദ്യമായി ഉണ്ടായ ഭൂഖണ്ഡം വാൽബാറയാണ്. എന്നാൽ 336 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ അന്നത്തെ ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെ ചേർന്നുകൊണ്ടൊരു വമ്പൻ ഭൂഖണ്ഡം രൂപപ്പെട്ടിരുന്നു. അതിനെയാണ് പാൻജിയ എന്ന് പറയുന്നത്. പാൻജിയയെക്കുറിച്ച് ഒരുവിധം ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും പഠന സമയത്ത്. പിന്നീട് നാളുകൾ കഴിഞ്ഞ് ഈ ഭൂഖണ്ഡം തകർന്ന് പല ഭാഗങ്ങളായി മാറി ഏറ്റവും ഒടുവിൽ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളായി മാറിയിരിക്കുന്നു. ഇനി ഭാവിയിലാകട്ടെ വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തെന്ന് പറയുന്നത് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെ ചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായി മാറും. അന്ന് മനുഷ്യനടക്കം ഒരുവിധം എല്ലാ സസ്തനികളും ഇല്ലാതാകുമെന്നാണ് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്ത്, അതിനെ താങ്ങാനുള്ള ശേഷി മനുഷ്യകുലത്തിനില്ല. ദിനോസറുകളുടെ അവസാനത്തിന് ശേഷമുണ്ടാകുന്ന ഒരു വൻ വംശനാശമായി ഈ വിഷയം മാറിയേക്കുമെന്നും പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ, മാതൃകകളെ, ഇതിനെയൊക്കെ തന്നെ പഠന വിഷയമാക്കി, പഠന വിധേയമാക്കി ഇതൊക്കെ കൃത്യമായി ഗവേഷകർ തരംതിരിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഒരു കണ്ടെത്തലിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പല വിഷയങ്ങളും ഇത്തരത്തിൽ ഗവേഷകർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഭാവിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ ഭൂഖണ്ഡം എന്ന നിലയിലേക്ക് അത് മാറുമ്പോൾ പാൻജിയ അൾട്ടിമ എന്ന പേരിട്ടാണ് അവർ അതിനെ വിളിച്ചിരിക്കുന്നത്. ഇത് രൂപം കൊണ്ടുവരികയാണെങ്കിൽ ഇന്നത്തെ പോലത്തെ കാലാവസ്ഥ ആയിരിക്കില്ല. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഭൂമിയിൽ പല രീതിയിലുള്ള കാലാവസ്ഥ, കൊടും തണുപ്പ്, കൊടും ചൂട്, മരുഭൂമി പോലെ ഉണ്ടാകുന്നത്, മഞ്ഞുകാലം ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ സാധാരണ കാലാവസ്ഥ നാമൊക്കെ അനുഭവിക്കുന്ന ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന കാലാവസ്ഥ, ഇതെല്ലാം മാറി മറിയും. അങ്ങനെ വരുമ്പോൾ ആർക്കും തന്നെ ഇവിടെ അതിജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. ഒട്ടും സുഖകരമല്ലാത്ത ഒരു കാലാവസ്ഥ രൂപപ്പെടും. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങൾ, സൗരോർജ്ജത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഹരിതഗ്രഹവാതകങ്ങളുടെ അളവിൽ വരുന്ന മാറ്റം, ഇതിനെയൊക്കെ തന്നെ പഠിച്ച് വിലയിരുത്തി തന്നെയാണ് ഡോക്ടർ അലക്സാണ്ടറും സംഘവും ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് കടക്കാൻ തയ്യാറായത്. ഇത് ഉറപ്പായും സംഭവിക്കുമെന്നല്ല, ഒരു പക്ഷേ ഇത് സംഭവിച്ചേക്കാം. അതിനുള്ള സാധ്യതകളും നമുക്ക് മുന്നിലുണ്ട്.
ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് ഇന്നത്തെ ഭൂഖണ്ഡങ്ങൾ അത് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റുകളുടെ ചലനങ്ങൾ അത് നാം പഠിക്കാറുണ്ട്. നമ്മൾ ശാസ്ത്രലോകത്ത് നിന്ന് ഓരോ ദിവസം വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാറുണ്ട്. ആ ചലനങ്ങൾ മൂലം ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെ ഒന്നായി മാറി വലിയൊരു സ്ഫോടനം സംഭവിച്ചേക്കാം. പുതുതായി രൂപപ്പെടുന്ന ഭൂഖണ്ഡം 3 ഇരട്ടി ആഘാതമായിരിക്കും ലോകത്തിന് നൽകുന്നത്. ഭൂഖണ്ഡാന്തര പ്രഭാവം, അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് വേവ്സ്, ചൂട് കൂടി വരുന്ന സൂര്യൻ, അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡാൽ നിറയും, ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ശ്വാസം മുട്ടി മരിക്കും. ഭൂമിയിലെ ചൂടൊക്കെ തന്നെ താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് കൂട്ടാം. ഇതൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്ന വിപത്ത്. വിശാലമായൊരു ഭൂപ്രകൃതി ഉണ്ടാകുമ്പോൾ ചുട്ടുപൊള്ളുന്ന ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവജാലങ്ങൾക്ക്, ജന്തുജാലങ്ങൾക്കൊന്നും തന്നെ ജീവിക്കാൻ കഴിയാതെ, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ടാകും. ഇനി സൂര്യൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്, ഒരു 10 വർഷം മുന്നേ ഉള്ള താപനിലയല്ല ഇന്ന് രേഖപ്പെടുത്തുന്നത്. ഒരു 20 വർഷം മുന്നേ ഉണ്ടായിരുന്ന കാലാവസ്ഥയല്ല ഇന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ 20 വർഷങ്ങൾക്ക് ശേഷവും 200 വർഷങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലായിരിക്കില്ല സൂര്യൻ്റെ ചൂട്. അതികഠിനമായിരിക്കും, താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അതിലെടുത്തു പറയേണ്ടത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള വികിരണ തോത് കൂടിയ സൂര്യരശ്മികൾ തന്നെയായിരിക്കും ഭൂമിയിലേക്ക് പതിക്കുന്നത്. അത് താങ്ങാനായി നമ്മുടെ ജന്തുജാലങ്ങൾക്കൊന്നും തന്നെ സാധിക്കാതെ വരും. മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ഭൂമിക്കുള്ളിൽ നിരവധി അഗ്നിപർവ്വതങ്ങൾ അന്തരീക്ഷ താപനില കൂട്ടും. വർഷങ്ങളായി പൊട്ടാതിരിക്കുന്ന, ഈ അടുത്തായി നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു, എത്യോപ്യയിൽ ഉണ്ടായ സംഭവം. സമാനമായി തന്നെ വർഷങ്ങളോളം ഭൂമി പിറവിയെടുത്ത സമയം മുതലുള്ള അഗ്നിപർവ്വതങ്ങളിൽ പലതും പൊട്ടാനുള്ള സാധ്യത. അങ്ങനെ സാധാരണ നിലയിൽ നിന്നും കാലാവസ്ഥ, ചൂട്, താപനില വലിയ തോതിൽ വർദ്ധിക്കും. 50 ഡിഗ്രിയിലേക്ക് തന്നെ ചൂടെത്തിയാൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ശരീരോഷ്മാവ് കുറയ്ക്കാൻ കഴിയാതെ, ചൂട് താങ്ങാനാകാതെ മനുഷ്യരടക്കമുള്ള ജീവികൾ വെന്തുരുകി മരിക്കും. സൂപ്പർ വൻകര രൂപപ്പെടുമ്പോൾ സൂര്യന് ഇപ്പോഴുള്ളതിൻ്റെ 2.5% റേഡിയേഷൻ തോതുണ്ടാകും. അതോടെ മിക്കയിടത്തും കാലാവസ്ഥ 40 മുതൽ 70 ഡിഗ്രി വരെ ചൂടിലേക്ക് എത്തും. പിന്നെ പിടിച്ചു നിൽക്കുന്ന കാര്യം പറയേണ്ടതേയില്ല. സസ്തനികൾ പലതും ഏറ്റവും ബുദ്ധിമുട്ടായ അവസ്ഥ വരുമ്പോൾ, കാലാവസ്ഥ നേരിടുമ്പോൾ കട്ടിയേറിയതോ പുറം ആവരണത്തിലേക്കോ മാറിയതായിട്ടുള്ള ഹൈബർനേഷൻ എന്നറിയപ്പെടുന്ന ഉറക്കത്തിലേക്ക് മാസങ്ങളോളം ഒരുപക്ഷെ പോയേക്കും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അത് സാധിക്കില്ല. ഇനിയൊരു രൂപാന്തരം സംഭവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ട് തന്നെയാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ചൂട് കൂടുമ്പോൾ വിയർപ്പിലൂടെ ശരീര താപനില ക്രമീകരിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. ജീവികൾക്കും സമാനമായൊരവസ്ഥ ഉണ്ടാകും. അത് പല ജീവികളുടെയും ജീവനെടുക്കും. ഇങ്ങനെ ഒരു സൂപ്പർ വൻകര ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഭൂമിയിൽ ആകെ 16% താഴെ, 8 മുതൽ 16% വരെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അവിടെയാകട്ടെ ജലലഭ്യത ഒട്ടും കാണില്ല എന്നുള്ളതും വളരെ പ്രയാസകരമായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതികഠിനമായ ചൂട് ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മുന്നോട്ട് പോകുന്നു. പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രതിസന്ധികളും ഇതിലൂടെ ഉണ്ടാകുന്നു. ഇതിനിടയിൽ തന്നെയാണ് വലിയ വിപത്ത് നമ്മെ കാത്തിരിക്കുന്നത്. നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യം വളരെ വേഗം നമ്മൾ സ്വന്തമാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വേഗത കൂടും. അടുത്ത കാലത്തായി അന്തരീക്ഷ താപനില തന്നെ വർദ്ധിക്കുന്നുണ്ട്. അത് വലിയ മുന്നറിയിപ്പാണ്. അതിലൂടെ തന്നെ ഈ മരണമണി മുഴക്കുകയാണ്. ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കിയിരുന്നു. ഇതൊക്കെ തന്നെ കാർഷിക വിഭവങ്ങളുടെ തകർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു. ഊർജ്ജ ഗ്രിഡുകളിൽ ഉണ്ടാകുന്ന തടസ്സം, ഇതിനൊക്കെ തന്നെ ഇത് കാരണമായി മാറുന്നുണ്ട്. ടെക്ടോണിക് ചലനങ്ങളും സമുദ്ര രസതന്ത്ര മാതൃകകളുമൊക്കെ പഠന വിഷയമാക്കി തന്നെയാണ് ഈ സംഘം ഈ നിഗമനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അഗ്നിപർവ്വത ബഹിർഗമനം വിവിധ വർഷങ്ങളിൽ വർദ്ധിക്കുന്നത് ജീവജാലങ്ങൾക്ക് പോലും തങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അതിനെ നയിക്കുന്നുണ്ട്. ഹരിതഗ്രഹ വാതകങ്ങൾ ഭൂമിയിൽ നിന്നും തങ്ങി നിന്ന് അന്തരീക്ഷത്തിന് ചൂട് കൂട്ടുന്നത് തന്നെയാണ് മറ്റൊരു കാരണം. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത 443 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ നടന്ന വലിയൊരു വംശനാശം, അന്ന് തുടച്ചു നീക്കപ്പെട്ട ജീവജാലങ്ങൾ, അത്തരത്തിൽ ഒരു വലിയ വിപത്തിലേക്കാണ് നാം കാലെടുത്ത് വയ്ക്കുന്നത്. സമുദ്രത്തിലെ 85% ജീവികളും അന്ന് നശിച്ചിരുന്നു എന്ന് ഓർക്കണം. പിന്നീട് 360 മില്യൺ വർഷങ്ങൾക്ക് മുൻപും 252 മില്യൺ വർഷങ്ങൾക്ക് മുൻപും ഉണ്ടായ വംശനാശത്തിൽ അന്ന് 90% ജീവികൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇന്ന് കാണുന്നവയല്ല. 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ഉൽക്കാപതനത്തിലാണ് ലോകത്തിൽ ദിനോസറുകൾ ഇല്ലാതായത്. ഇതിന് ശേഷം വരാനിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായി തന്നെയാണ് ശാസ്ത്രലോകം ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.